വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക. കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ ഉപജ്ഞാതാവും പ്രചാരകനുമായിരുന്ന ശ്രീ പി.എൻ. പണിക്കരുടെ വാക്കുകളാണിവ. അദ്ദേഹത്തിന്റെ ചരമദിനമായ ഇന്ന്, അതായത് ജൂൺ 19, ലോക വായനാ ദിനമായി ആചരിക്കുകയാണ്. നമുക്ക് ഈ അവസരത്തിൽ അദ്ദേഹത്തെ സ്മരിക്കുകയും ഒപ്പം വായനയുടെ ആരോഗ്യവശത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യാം. നമസ്കാരം. IHMA സ്പന്ദനം ഹെൽത്ത് ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ധന്യാസ് ഹോമിയോപ്പതിക് മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, തോട്ടയ്ക്കാട്, കോട്ടയം. എന്തൊക്കെ ഗുണങ്ങളാണ് വായന നമ്മുടെ ശരീരത്തിനും മനസ്സിനും നൽകുന്നതെന്ന് നോക്കാം. വായന നമ്മുടെ തലച്ചോറിനെ ഉത്തേജിപ്പിക്കുന്നു. തലച്ചോറ് എപ്പോഴും ആക്റ്റീവ് ആയിരിക്കുന്നത് ഒരു പരിധിവരെ പ്രായമേറുമ്പോഴും അല്ലാതെയും സംഭവിക്കുന്ന ഓർമ്മക്കുറവിന് പരിഹാരമാണ്. വായനാശീലമുള്ളവർക്ക് ഡിമെൻഷ്യ അല്ലെങ്കിൽ അൽഷീമേഴ്സ് ബാധിക്കുന്നത് കുറവാണെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. കാരണം ഉപയോഗിക്കും തോറും പ്രവർത്തനം മെച്ചപ്പെടുന്ന ഒരു അവയവമാണ് തലച്ചോർ. വായിക്കാൻ ഇഷ്ടമുള്ളവർ വായനയിൽ മുഴുകുമ്പോൾ ദൈനംദിനം നമുക്കുണ്ടായേക്കാവുന്ന സ്ട്രെസ് ലഘൂകരിക്കപ്പെടുന്നു. ഇത് മനസ്സിന് ശാന്തതയും സമാധാനവും നൽകുന്നു. വായന മനുഷ്യന്റെ ചിന്താശേഷിയെയും വിശകലന ശേഷിയെയും പരിപോഷിപ്പിക്കുന്നു. നല്ല പുസ്തകങ്ങൾ നമുക്ക് എന്നും ഒരു മുതൽക്കൂട്ടാണല്ലേ. അതുകൊണ്ട് പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കാനുണ്ട്. പ്രത്യേകിച്ച് കുട്ടികൾ പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ മാതാപിതാക്കളുടെ ശ്രദ്ധ കൂടിയേ തീരും. വായന നമ്മുടെ ശരീരത്തിനും മനസ്സിനും വളരെയേറെ ഗുണപ്രദമാണെന്ന് നമുക്കിപ്പോൾ മനസ്സിലായി. എന്നാൽ പഠന വൈകല്യങ്ങളുടെ ഭാഗമായോ മറ്റു കാരണങ്ങൾ കൊണ്ടോ വായനയിൽ പലതരം അപാകതകൾ കണ്ടുവരാറുണ്ട്. വായിക്കാനുള്ള ബുദ്ധിമുട്ടായോ വായിച്ചത് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടായോ ഉച്ചാരണത്തിലോ പ്രശ്നങ്ങൾ വന്നേക്കാം. തലച്ചോറിന്റെ പ്രവർത്തനത്തിലെ ഒരു ചെറിയ വ്യത്യാസം മാത്രമാണിത്. ഇവരിൽ പലർക്കും ശരാശരിയിലോ അതിലധികമോ IQ കണ്ടുവരാറുണ്ട്. മറ്റു പല പാഠ്യേതര വിഷയങ്ങളിലും ഇവർ മറ്റുള്ളവരെക്കാൾ മുൻപന്തിയിലെത്തുന്നതായും കണ്ടുവരുന്നു. മിക്ക വായനാ പ്രശ്നങ്ങളും ജന്മനാലുള്ളതാണ്. ഇത് കുട്ടി സ്കൂളിൽ ചേർന്ന് പഠിച്ചു തുടങ്ങുമ്പോഴാണ് പ്രകടമാകുന്നത്. എന്നാൽ പിൽക്കാലത്തുണ്ടാകുന്ന തലച്ചോറിനേൽക്കുന്ന ക്ഷതങ്ങളും രോഗബാധകളും വായനാ പ്രശ്നങ്ങൾക്ക് കാരണമാകാം. വായിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ വായനയെയും പഠനത്തെയും തന്നെ വെറുത്തേക്കാം. ഇതിന് പരിഹാരമായി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? കുട്ടികളെ കൂടുതൽ വായിക്കാൻ പ്രേരിപ്പിക്കുക. കഥകൾ വായിച്ചു കൊടുക്കുമ്പോൾ എപ്പോഴും പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. ഇതിലൂടെ പുസ്തകങ്ങളോടും വാക്കുകളോടുമുള്ള വെറുപ്പ് കുറഞ്ഞു വരുന്നു. വലിയ അക്ഷരങ്ങളും പല നിറങ്ങളുള്ള വാക്കുകളും വായനയിലുള്ള വിരസത കുറയ്ക്കുന്നു. വായിക്കുന്നതിനൊപ്പം ഓഡിയോ ബുക്കുകൾ ഉപയോഗിക്കുന്നത് ചിലരിൽ പ്രയോജനം ചെയ്യും. കൂടുതൽ വാക്കുകളെ പരിചയപ്പെടുത്തുക. വാക്കുകളുടെ ഉച്ചാരണവും പഠിപ്പിക്കുക. ഇതിലൂടെ കുട്ടിയുടെ വായിക്കുന്നതിനുള്ള കോൺഫിഡൻസ് ലെവൽ കൂടുന്നു. മൾട്ടി സെൻസറി റീഡിംഗ് പ്രോത്സാഹിപ്പിക്കുക. വായനയിൽ ഒന്നിൽ കൂടുതൽ സെൻസസ് ഉപയോഗിക്കുന്ന രീതിയാണ് മൾട്ടി സെൻസറി റീഡിംഗ് എന്ന് പറയുന്നത്. ഉദാഹരണം, മണ്ണിൽ എഴുതി വായിക്കുക, വായുവിൽ എഴുതി വായിക്കുക, ഉറക്കെ വായിക്കുക, ചിത്രങ്ങൾ കണ്ടുകൊണ്ട് വായിക്കുക, ഇങ്ങനെയൊക്കെ. വായനാ പ്രശ്നങ്ങളുള്ള കുട്ടികളുടെ പ്രത്യേക ആവശ്യങ്ങളെ മനസ്സിലാക്കി ചികിത്സ നൽകുന്ന ഒരു വൈദ്യശാസ്ത്രമാണ് ഹോമിയോപ്പതി. ഓർമ്മിക്കുക, വായനാ പ്രശ്നങ്ങളും പഠന വൈകല്യങ്ങളും ഒന്നും രോഗങ്ങളല്ല. അതുകൊണ്ട് തന്നെ ചികിത്സയുടെ ലക്ഷ്യം ഇവയെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതായിരിക്കണം. വായനയോടുള്ള വിമുഖത, വായിക്കുമ്പോൾ തെറ്റുകൾ വരുത്തുക, സ്വയമായി എഴുതിയതുപോലും വായിക്കാൻ പ്രയാസപ്പെടുക, എന്തൊക്കെയായാലും ഇവയൊക്കെ ലഘൂകരിച്ച് വായനയും പഠനവും ഒരു ഭാരമാകാതിരിക്കാൻ കുട്ടികളെ ഈ വൈദ്യശാസ്ത്രം സഹായിക്കുന്നു. പഠന വൈകല്യമുള്ള കുട്ടികളുടെ ചികിത്സയ്ക്കായി കേരള സർക്കാർ ഗവൺമെൻറ് ഹോമിയോ ഡിസ്പെൻസറികൾ പ്രത്യേക പദ്ധതികൾ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വകാര്യ ഹോമിയോപ്പതി സ്ഥാപനങ്ങളിലും ഈ വിഷയത്തിൽ പ്രാവീണ്യം നേടിയ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാണ്. വായനയും പഠനവും ഒരു കുട്ടിയുടെയും കണ്ണുനീരിന് കാരണമാകാതിരിക്കട്ടെ. വായനയുമായി ബന്ധപ്പെട്ട് കുഞ്ഞുണ്ണി മാഷിൻ്റെ ഏതാനും രസകരമായ വരികൾ കൂടി ചൊല്ലട്ടെ. വായിച്ചാലും വളരും, വായിച്ചില്ലേലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. അതുകൊണ്ട് നമുക്കിന്ന് വായിച്ചു തുടങ്ങാം. ഏവർക്കും നല്ലൊരു വായനാ ദിനം ആശംസിച്ചുകൊണ്ട് നന്ദി.